LDC LPUP കൊട്ടിക്കലാശം എന്ന സീരീസിലെ 7ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് PSC 2024 മെയ് 11-ാം തീയതി കോമൺ പ്രിലിമിനറി എക്സാം, ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന് വേണ്ടി നടത്തിയ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി? ക്വിക്ക്ലി എന്ന് പറയുന്നത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണ്? നമുക്കറിയാം LYയിൽ അവസാനിക്കുന്നത് മിക്കപ്പോഴും എന്തായിരിക്കും? ആഡ്വർബ് ആയിരിക്കും. ഓക്കെ, ക്വിക്ക്ലി, ബ്യൂട്ടിഫുള്ളി, മെറ്റിക്കുലസ്ലി, കെയർഫുള്ളി, അതൊക്കെ എന്തായിരിക്കും? ആഡ്വർബ് ആയിരിക്കും. ഇപ്പോഴത്തെ കറക്റ്റ് ആൻസർ ആഡ്വർബ് ആണ്. അടുത്ത ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ്സ്. ഇതിനകത്ത് എവിടെയാണ് സ്പെല്ലിംഗ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്? നെസസറി എന്ന് പറയുന്ന വാക്കാണ് ചോദ്യം. ഇപ്പം നെസസറിയുടെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ്, NECESSARY, നെസസറി. അപ്പം അങ്ങനെ വന്നിരിക്കുന്നത് ഈ ഒന്ന് മാത്രമാണ്, ബാക്കി രണ്ടും തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 2 and 3 നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 2 and 3 എന്ന് വന്നിരിക്കുന്ന ഏതാണ്? ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. 2 and 3 ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. അതായത് ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ പ്രിപ്പോസിഷൻ ഇൻകറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എവിടെയൊക്കെയാണ്? നോക്കുമ്പോൾ ഹീസ് അലർജിക് ടു കാറ്റ്സ്, ഇത് കറക്റ്റ് ആണ്. ഷീസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ, ഇതും കറക്റ്റ് ആണ്. എന്നാൽ ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇന്നല്ല വരേണ്ടത്, പകരം ഓൺ ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെയാണ് തെറ്റ്. എടുത്ത് നോക്കുമ്പോൾ ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ദ അപ്കമിങ് ട്രിപ്പ്, ഇതും ശരിയാണ്. ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്ന ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇൻസിസ്റ്റന്റിന് ശേഷം നമ്മൾ ഓൺ ആണ് ചേർക്കേണ്ടത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഈ തന്നിരിക്കുന്നത് 4 സെന്റൻസുകൾ ഏതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത്? നോക്കുമ്പോൾ ഇവിടെ എസ്റ്റർഡേ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എസ്റ്റർഡേ വരുവാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം വരേണ്ടത്. ഇവിടെ വെന്റ് സിമ്പിൾ പാസ്റ്റ് ആണ്. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ, ഇപ്പോൾ പ്രസന്റിലാണ് പറയേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഹി വാക്ക് എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ വാക്ക് സബ്ജക്റ്റ് സിംഗിൾ ആകുമ്പോൾ ഒരിക്കലും വെർബ് പ്ലൂറൽ ആവാൻ പാടില്ല. കറക്റ്റ് വരേണ്ടത് എങ്ങനെ? ഹി ഹാസ് വാക്ക് 2 miles ദിസ് മോർണിംഗ് എന്നാണ് വരേണ്ടത്. ഇവിടെ തെറ്റ് വന്നിട്ടുണ്ട്. ദേ ഹാവ് ഈറ്റഡ് എന്ന് പറയത്തില്ല, കാരണം ഹാവ് ഓർ ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ്, അതിനുശേഷം നമ്മൾ V3 ഫോം ഉപയോഗിക്കത്തുള്ളൂ. ഇവിടെ ഈറ്റൺ എന്നായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്. ഓക്കെ, വി ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ എന്ന് പറയുമ്പോൾ ഇവിടെ വി ആർ ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ എന്നാണ് വിടേണ്ടത്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പം 1, 2, 3 തെറ്റുകളാണുള്ളത്. അത് ശരി എന്ന് പറയുന്നത് ഈ ഒന്നാമത്തത് മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഒന്ന് മാത്രമായിട്ട് കൊടുത്തിട്ടില്ല. സോ അങ്ങനെ അപ്പോൾ ഇവിടുത്തെ നൺ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ്. ഇവിടെ നൺ ഓഫ് ദ എബോവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഓപ്ഷനിലെ ഒന്നുമില്ല എന്നർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ശരിയായ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് കൊണ്ട് ചോദിച്ചത് കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെർബ് സിംഗുലർ ആകണം. അപ്പോൾ ഈച്ച് ഇവിടെ ഹാവ് വന്നു, അപ്പോൾ ഇത് തെറ്റാണ്. എന്നാൽ ഈച്ച് വന്നപ്പോൾ ഇവിടെ ഹാസ് വന്നു, അപ്പോൾ ഇത് ശരിയാണ്. ഈച്ച് വന്നിട്ട് ഇവിടെ ഹാവ് വന്നു, അപ്പോൾ അത് തെറ്റാണ്. അപ്പം സിയും എയും തെറ്റാണ്. നമുക്ക് തുടക്കത്തിൽ മനസ്സിലായി. ഈ ശരിയാണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ്റ്, വേറൊരു കാര്യമുണ്ട്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്ന് വരത്തില്ല, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ് വരേണ്ടത്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്ന് വന്നു, അത് തെറ്റാണ്. ആ പ്രയോഗം തെറ്റാണ്. ഇവിടെ ഹാസ് വന്നിട്ടുണ്ട്, ഓക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ് പറയേണ്ടത്. ആ വിദ്യാർത്ഥികളിൽ ഓരോരുത്തരും. ഇവിടെ സ്റ്റുഡൻറ് എന്ന് മാത്രമേ ഉള്ളൂ, സ്റ്റുഡൻസ് എന്ന് വരണം, തെറ്റാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഗ്രാമാറ്റിക്കലി അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റുമായിട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് ആയിട്ട് വന്നിരിക്കുന്നത്. ഏത്? ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് ദ പാസീവ് വോയിസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാസീവ് വോയിസിൽ ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏത്? പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വെർബ് ഫോം, ഏതൊരു പാസീവ് വോയിസിന്റെയും
പൊതുവായിട്ടുള്ള വെർബ് ഫോം എങ്ങനെയായിരിക്കണം? ബി ഫോംസ്, ബിയുടെ രൂപങ്ങൾ അല്ലെ, ബി ഫോംസ് പ്ലസ് V3 ഇതായിരിക്കണം വെർബ് ഫോം വരേണ്ടത്. ബി ഫോംസ് പറയുമ്പോൾ അറിയാലോ ബിയുടെ രൂപങ്ങൾ ഏതൊക്കെയാ? ഈസ്, ആം, ആർ, വാസ്, വെയർ, പിന്നെ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ, ബീൻ, ബീങ്. ഇതാണ് ബിയുടെ ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരികയും അപ്പോൾ V3 വരണം. ഇവിടെ നോക്കുമ്പോൾ വാസ് വന്നിട്ടുണ്ട്, അത് ബിയുടെ ഫോമാണ്. പക്ഷേ ബേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് V3 ഫോം അല്ല, അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ അതുപോലെ ഈസ് വന്നിട്ടുണ്ട്, ബി ഫോംസിൽ പെടുന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ ഇതാണ് V3 ഫോം അല്ല, അപ്പോൾ അതും തെറ്റാണ്. ഹാസ് വന്നിട്ടുണ്ട്, പക്ഷെ ഹാസ് ബീൻ എന്നാണ് വരേണ്ടത്. ബേക്കഡ് വന്നെങ്കിലും ബേക്കഡ് എന്ന് പറഞ്ഞാൽ V3 ആണ്. പക്ഷെ ഇവിടെ ബി ഫോംസ് അല്ല വന്നിരിക്കുന്നത്, ഹാസ് ആണ് വന്നിരിക്കുന്നത്. ഹാസ് ബീൻ എന്നായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതും തെറ്റ്. ഇവിടെ വിൽ, ബേക്ക്, ഇത് വില്ല് ബിയുടെ രൂപമല്ല, ബേക്ക് V3 അല്ല, ഇതും തെറ്റാണ്. അപ്പൊ പൊതുവെ നോക്കുമ്പോൾ ഈ പറയുന്ന ഓപ്ഷനിൽ ഒന്നും എന്തില്ല, പാസീവ് വോയിസ് ഇല്ല. അപ്പൊ ഇത് PSCയുടെ ഒരു കുഴപ്പമാണ്. കാരണം PSC ഇത്തരത്തിൽ ചില പരീക്ഷകളിലെ ചോദ്യങ്ങൾ ഇത്തരത്തിൽ പ്രൂഫ് റീഡിംഗ് ഒന്നും ഇല്ലാതെ തെറ്റ് വരുത്താറുണ്ട്. അപ്പൊ അതിൽ പെട്ട ഒരു ചോദ്യമാണിത്. പക്ഷേ എങ്കിൽ PSCയുടെ ആൻസർ കീ ആയിട്ട് വിചിത്രമായ രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഈ ആൻസറാണ്, എ എന്ന് പറയുന്ന ഓപ്ഷൻ. അത് തെറ്റുമാണ്. കാരണം ഇവിടെ ബി ഫോംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ V3 ഫോമാണ് വരേണ്ടത്. അപ്പോൾ ഇതൊരിക്കലും അല്ല, ശരിയായ പാസീവ് ഫോം അല്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്തൊരു ആൻസർ ഇല്ല. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം, സെലക്ട് ദ സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ വെച്ചാൽ നമുക്കറിയാമല്ലോ, അത് പങ്ക്ച്വേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഒക്കെ ഇതിനകത്ത് വരുന്ന, പങ്ക്ച്വേഷനകത്ത് വരുന്നതാണ് ക്യാപിറ്റലൈസേഷൻ. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ഏത് നോക്കുമ്പോൾ ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ ഐ എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ ഐ ആം ഗോയിങ് ടു ദ മോൾ. ഇത് നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ നോക്കുമ്പോൾ ഐ ചെറുതായിപ്പോയി, ഇവിടെ നോക്കുമ്പോൾ എ വലുതാക്കി എഴുതി, ഇവിടെ നോക്കുമ്പോൾ ഐ ചെറുത്, AM വലുതായിട്ട് എഴുതി. ഇതെല്ലാം തെറ്റാണ്. അത് ശരിയായിട്ട് വന്നിരിക്കുന്നത് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് ആന്റണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ ഫോംഡ് വിത്ത് ദ സഫിക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോദ്യം. ഏത്? ഐഡന്റിഫൈ ദ കറക്റ്റ് ആന്റണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ എന്ന് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താമായിരുന്നു? അൺകംഫർട്ടബിൾ എഴുതാമായിരുന്നു. അതാണ് കറക്റ്റ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഫോംഡ് വിത്ത് സഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഫിക്സ് ചേർന്ന എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആന്റണിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സഫിക്സ് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? സഫിക്സ് എന്ന് പറയുമ്പോൾ ഒരു വാക്കിന് ശേഷം വരുന്നതാണ് സഫിക്സ്. പക്ഷെ ഈ പറയുന്ന വാക്കിൽ എന്തുണ്ട്? സഫിക്സും ഉണ്ട്, പ്രിഫിക്സും ഉണ്ട്. സഫിക്സും ഉണ്ട്, പ്രിഫിക്സും. കാരണം കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സഫിക്സ് ഉണ്ട്, ഏബിൾ സഫിക്സ്. അപ്പോൾ ഇവിടെയും സഫിക്സ് ഉണ്ട്. പക്ഷെ അപ്പം ഇതിനെ ആന്റോണിം ആക്കണമെങ്കിൽ നമുക്കൊരു പ്രിഫിക്സ് ആഡ് ചെയ്യേണ്ടി വന്നു. ചോദ്യം എന്താണ്? സഫിക്സ് വെച്ചുകൊണ്ട് നമുക്ക് ആന്റോണിം ആക്കാൻ പറ്റുന്ന ഏത്? അപ്പൊ സഫിക്സും പ്രിഫിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രിഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കിന് തൊട്ട് മുമ്പ് വരുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ കംഫർട്ട്, അതിന് തൊട്ട് മുമ്പ് ഡിസ് എന്ന് പറയുന്ന പ്രിഫിക്സ് വന്നു. കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ ഏബിൾ എന്ന് പറയുന്ന സഫിക്സ് വന്നു. സഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കിന് ശേഷം വരുന്നതിന് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നു. പ്രീ നമുക്കറിയാലോ, മുന്നേ വരുന്നത്, അത് പ്രിഫിക്സ്. സഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ വാക്കിന് ശേഷം വരുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വാക്കിന് ശേഷം വന്നിരിക്കുന്ന ഏതാ? കണ്ടി, LESS എന്ന് പറയുന്നത് ഇതാണ്, ലെസ്. അപ്പൊ കംഫർട്ടബിൾ, കംഫർട്ട്ലെസ്, ഇതാണ് ആൻസറായി നമുക്ക് എഴുതാൻ പറ്റുക. പക്ഷെ അവിടെയും PSC ഈ പറയുന്ന പ്രിഫിക്സ് ചേർത്ത് എഴുതിയിരിക്കുന്നതിനാണ് ആൻസർ കീയിൽ ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ട്. ഇതിന്റെ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ശരിയാകും. പക്ഷെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ കംഫർട്ട്ലെസ് ആണ്. കാരണം സഫിക്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ കംഫർട്ട്ലെസ്സിനകത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ ഫ്രേസൽ വെർബ് ഗീവ് ഇൻ. ഗീവ് ഇൻ എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? സറണ്ടർ എന്നർത്ഥത്തില്ല, വഴങ്ങുക എന്നർത്ഥത്തില്ല. ഈ പറയുന്ന ഓപ്ഷനിലും PSC ചെറിയ കുഴപ്പം വരുത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഇവിടെ ഹി ഗേവ് ഇൻ ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്, ഹി ഗേവ് ഇൻ, ഇവിടെ രണ്ടിടത്തും ഗേവ് ഇൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ടൂവിന്റെ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ അവന്റെ സുഹൃത്തിന്റെ റിക്വസ്റ്റിന് കീഴടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടു അത്യാവശ്യമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ടു ഇല്ല ഈ രണ്ടിടത്ത്. ഇവിടെ ഗേവ് അപ്പ് ആയിട്ട് ഇതും വരില്ല. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ടു ഉണ്ട്, പക്ഷേ ഈ ഇന്നും ടൂ കൂടെ ചേർത്താണ് എഴുതിയിരിക്കുന്നത്.
ഗീവ് ഇൻ ടു എന്ന് പറയുമ്പോൾ അർത്ഥം മാറിപ്പോവും. അപ്പം പി എസ് സി ഇവിടെ കൊടുക്കേണ്ടത് എങ്ങനെയായിരുന്നു? ഹി ഗേവ് ഇൻ, പിന്നെ സ്പേസ് ഇട്ടിട്ട് വേണമായിരുന്നു ടു കൊടുക്കേണ്ടത്. ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്, അങ്ങനെയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ഇൻറ്റു ചേർന്നപ്പോഴത്തേക്കിന് ഇവിടെ ഗേവ് ഇൻ ടു എന്ന് പറയുമ്പോൾ കീഴടങ്ങുക എന്നൊരു അർത്ഥമല്ല നൽകുന്നത്, വേറെ അർത്ഥമാണ് വരിക. അപ്പം അങ്ങനെ ആകുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയാൻ ഇല്ല ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ. പക്ഷേ പി എസ് സി എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആൻസറായി കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ആൻസറായി കൊടുത്തിരിക്കുന്നത്. കാരണം ഇതായിരിക്കും പി എസ് സി ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉദ്ദേശിക്കുമ്പോഴും ഈ ഇന്നും ടൂവും തമ്മിൽ എന്ത് വേണം? ഇടയ്ക്കൊരു സ്പേസ് വേണം, ഇല്ലേ കറക്റ്റ് ആവുകയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് എ ജെറണ്ട്. അതായത് ജെറണ്ടിന്റെ ശരിയായ ഉപയോഗത്തിൽ എഴുതിയിരിക്കുന്ന സെന്റൻസ് ഏത്? നമുക്കറിയാം ജെറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ING ചേർന്ന് വന്നിരിക്കുന്ന വെർബാണ് ജെറണ്ട്. അങ്ങനെ ING ചേർന്ന എല്ലാം എന്താണെന്നില്ല, ജെറണ്ട് ആകണമെന്നില്ല. എന്തുമാകാം? പ്രസന്റ് പാർട്ടിസിപ്പിളും ആകാം. ഈ പ്രസന്റ് പാർട്ടിസിപ്പിളും ജെറണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ജെറണ്ട് എപ്പോഴും ഒരു നൗൺ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക, എന്നാൽ പ്രസന്റ് പാർട്ടിസിപ്പിളോ വെർബായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അതാണ് ആ വ്യത്യാസം. അപ്പൊ എന്തായാലും ഇവിടെ നോക്കുമ്പോൾ ING ചേർന്ന് വന്നിരിക്കുന്നുണ്ട്, ഇവിടെ മാത്രമേ ഉള്ളൂ സ്വിമ്മിങ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ ആൻസറിലേക്ക് എത്താം. ഹി എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്? അതായത് വാക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? വെർബോസിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, എന്താണ് എലക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാചാലത എന്നാണ് എലക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആൻസർ എ ആണ്. കൺസിയസ്നെസ് എന്ന് പറയുന്നാലും ലക്കോണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെവിറ്റി എന്നർത്ഥം. ഷോർട്ട്, ചുരുക്കം, ആൻഡ് എസൻസ് എന്നൊക്കെയാണ് ഈ പറയുന്ന രണ്ടിന്റെയും അർത്ഥം. കൺസിയസ്നെസിന്റെയും അതുപോലെ ലാക്കോണിസത്തിന്റെയും അർത്ഥം. ഇവിടെ ചോദ്യം ഇതാണ്, എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് ആണ്. അതിന്റെ ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടർ സ്പീച്ച്. ഈ തന്നിരിക്കുന്നത് ശരിയായ റിപ്പോർട്ടർ സ്പീച്ച് ഏത്? നോക്കുമ്പോൾ ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഷീ സെഡ്. ബട്ട് ഷീ സെഡ് ദാറ്റ്. ഷീ ഐ എന്തായി മാറും? ഷീ ആയി മാറും. ഈ വോണ്ട് എന്ന് പറയുന്നത് എന്താണ്? വിൽ നോട്ട് ആണ്. ആ വിൽ നോട്ട് എന്തായി മാറണം? നോട്ട് ആവണം, അതായത് വുഡൻറ്റ് എന്നാവണം. പിന്നെ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ബട്ട് ഷീ സെഡ് ദാറ്റ് ഷീ വുഡൻറ്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഇതാണ് കറക്റ്റ് ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ. ശരിയായ മസ്കുലിനും അതുപോലെ ഫെമിനിൻ ജെൻഡർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ചെയ്തു. നമുക്ക് ടൈഗ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫെമിനിൻ ജെൻഡർ ആണ്. അപ്പോൾ ഹിസ് എന്ന് വരത്തില്ല, ഹെർ എന്നാണ് വരേണ്ടത്. ഇത് തെറ്റാണ്. പിക്സിനും എന്താണ്? ഫെമിനിൻ ജെൻഡർ ആണ്. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഹെർ എന്നാണ് വരേണ്ടത്. ഇവിടെ ഹിസ് എന്ന് വന്നു, അത് തെറ്റാണ്. സ്റ്റാലിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? മസ്കുലിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹിസ് എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇത് കറക്റ്റാണ്. ലയൺ മസ്കുലിനാണ്, പക്ഷെ ഇവിടെ ഹെർ ആണ് എഴുതിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത് ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. അതായത് ശരിയായ വാക്കുകളുടെ ഉപയോഗം കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന ആ യോദ്ധാവ് സൺസെറ്റിലേക്ക് തന്റെ ഹോഴ്സിനെ റൈഡ് ചെയ്ത് പോയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യോദ്ധാവ് എന്ന് പറഞ്ഞെങ്കിൽ നൈറ്റ്, അതായത് KNIGHT നൈറ്റ് ആണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന എവിടെയൊക്കെയാണ്? അതിന്റെ എയും അതുപോലെ തന്നെ സിയും. ഇനി റോഡ്, റൈഡിന്റെ പാസ്റ്റ് ടെൻസ് റോഡ്. ആ റോഡ് എങ്ങനെയാണ്? RODE റോഡ്. ഇവിടെ നോക്കുമ്പോൾ ROAD റോഡാണ്, അത് തെറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ ROE റോഡ്. പിന്നെ ഹിസ് ഹോഴ്സ് ഇൻ ദ സൺസെറ്റ്. അങ്ങനെ ആകുമ്പോൾ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, വിച്ച് സെന്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി. നമുക്കറിയാം കമ്പാരിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? മോർ ചേരുന്നതാണ്. ഓക്കെ, പിന്നെ ഇപ്പം ദാനും കൂടെ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മോർ ഫാസ്റ്റർ എന്ന് പറയത്തില്ല, ഒന്നീ ഫാസ്റ്റർ അല്ലെങ്കിൽ മോർ ഫാസ്റ്റ്. അപ്പൊ ഇത് തെറ്റാണ്. ഈ ഫാസ്റ്റ് ദാൻ എന്ന് പറയത്തില്ല, അതും തെറ്റാണ്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഫാസ്റ്റർ ദാൻ, ഇത് കറക്റ്റാണ്. ഫാസ്റ്റ്ലി ദാൻ എന്ന് പറയത്തില്ല. അപ്പോൾ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ.
ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻ? ഇതാണ് ടു സ്പിൽ ദ ബീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രഹസ്യം വെളിപ്പെടുത്തുക, ടു റിവീൽ എ സീക്രട്ട്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദ വെർബ്. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ശരിയായ വെർബിന്റെ ഉപയോഗത്തിൽ എഴുതിയിരിക്കുന്ന സെന്റൻസ് ചെയ്ത്. ഇവിടെ കുട്ടി ഉറങ്ങിപ്പോയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ ചൈൽഡ് ഫെൽ അസ്ലീപ്പ് എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഫെൽ അസ്ലീപ്പ് എന്ന് വന്നിരിക്കുന്നത് ഏതാ? ഇവിടെ ഫാളൻ അസ്ലീപ്പ് എന്ന് വന്നിരിക്കുന്നത് അത് തെറ്റാണ്. എന്നാൽ ഇവിടെ ഫെൽ അസ്ലീപ്പ് കറക്റ്റ് ആണ്. ഇതും തെറ്റാണ്, ഇതും തെറ്റ്. അപ്പോൾ ഇതാണ് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. റെബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ്. നമുക്കറിയാം റെയർലി നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ഇല്ലാത്തായിരിക്കണം ടാഗായി വരേണ്ടത്. ഇവിടെ നെഗറ്റീവ് ഇല്ലാതായി വന്നിരിക്കുന്നത് എയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിയുമാണ്. സിക്കകത്തും ബിക്കകത്തും നെഗറ്റീവ് ഉണ്ട്. സോറി, ഇതും നെഗറ്റീവാണ്, ഡസ് നോട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത് ഈസിൻറ്റ്, ഡസ് നോട്ട് ഷീ, ഡസ് ഡോണ്ട് ഷീ. അപ്പോൾ അങ്ങനെ അല്ലാത്തത് ഡസ് ഷീ. ഇത് നമുക്ക് ആൻസർ ആയിട്ട് പെട്ടെന്ന് എഴുതാം. നോക്കാം ശരിയാണോ എന്ന്. നോക്കുമ്പോൾ ഈറ്റ്സിനകത്ത് സഹായക്രിയത ഡസ് ആണ്. ഡസ് എഴുതുക, എന്നിട്ട് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ നോട്ട് എഴുതണ്ട. പിന്നെ റെബേക്കയുടെ പ്രൊനൗൺ എന്താണ്? ഷീ. അപ്പോൾ ഡസ് ഷീ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ടൈം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ, റേഷ്യൽ, പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്. വംശഹത്യ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വൺ വേർഡ് എന്തായിരിക്കും? ജിനോസൈഡ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. xenophoബിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രേഞ്ചേഴ്സിനെ കുറിച്ചുള്ള ഭയം, ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് ഓർ ഫോറിനേഴ്സ്. അപരിചിതരോടുള്ള ഭയം ആണ് xenophoബിയ. മിസോജിനി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്ത്രീകളോടുള്ള വെറുപ്പ്. എത്നിസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വംശീയത. ഇവിടെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത എന്താണ്? സ്യൂട്ടബിൾ സിനോണിം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ഫോർ ദ വേർഡ് ഗിവൺ. മെറ്റിക്കുലസിന്റെ സിനോണിം എഴുതാനാണ്, സെയിം മീനിങ് എഴുതാനാണ് ചോദ്യം. എന്തായിരിക്കും? കെയർഫുൾ ആണ്. കെയർഫുൾ, ഇതാണ് കറക്റ്റ്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന പരീക്ഷയിൽ ചോദിച്ചത്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.